ഈ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ 4 വർഷം രണ്ടാം പിണറായി സർക്കാർ 4 വർഷം ഇന്നലെയാണ് സത്യപ്രതിജ്ഞ ചെയ്തിട്ട് അതിൻ്റെ പൂർത്തീകരിച്ചത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വളരെ വിശദമായി കോഴിക്കോട് പത്രസമ്മേളനം നടത്തിയ എല്ലാ കാര്യങ്ങളെ പറ്റി പറഞ്ഞിരുന്നു. അപ്പോൾ അത് സംബന്ധിച്ച് ചില കാര്യങ്ങൾ ധനകാര്യ വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് പറയാനുള്ളത് പൊതുവികസനം സംബന്ധിച്ച് ചില കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിച്ചിട്ടാണ്. യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വികസനം നടന്ന 9 വർഷങ്ങളാണ്. രണ്ടാം പിണറായി സർക്കാരിൻ്റെ ഭാഗമാണ് ഞങ്ങളെങ്കിലും 1ഉം 2ഉം LDF സർക്കാരുകളുടെ പ്രവർത്തനമാണ് കേരളത്തിൽ ഈ വലിയ മാറ്റത്തിന് സഹായകരമായത്. അപ്പോൾ ആദ്യം പറയാനുള്ളത്, കേരളത്തിൽ വലിയ മാറ്റം, ഇപ്പം എല്ലാ കാര്യങ്ങളും എടുത്തു പറയുന്നത് നിങ്ങൾക്കറിയാം. അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ കാര്യത്തിൽ റോഡുകളും പാലങ്ങളും അടിസ്ഥാന യാത്രാ സൗകര്യങ്ങൾ, സ്കൂളുകൾ, ആശുപത്രികൾ, ഓഫീസ് കെട്ടിടങ്ങൾ, ഇതെല്ലാം പുതിയ ഒരു ശൈലി തന്നെ. വളരെ സൗകര്യമുള്ള പുതിയ കെട്ടിടങ്ങളും സൗകര്യങ്ങളെല്ലാം വന്നു. സ്കൂളുകളിലെ സ്മാർട്ട് ക്ലാസ് മുറിയായാലും ആശുപത്രിയിലെ ആധുനിക സൗകര്യങ്ങളായാലും എല്ലാം വന്നു. അതുമാത്രമല്ല, കേരളത്തിൻ്റെ നൂറുകണക്കിന് വർഷങ്ങൾ ഭാവിയിലേക്ക് പറ്റുന്ന ഏറ്റവും വലിയ നിക്ഷേപ പദ്ധതികൾ, അതിൽ ഏറ്റവും പ്രധാനം വിഴിഞ്ഞമാണ്. സാധ്യമാകില്ല എന്ന് പലരും വിചാരിച്ചിരുന്ന വിഴിഞ്ഞം റെക്കോർഡ് സമയത്തിനകം പൂർത്തീകരിച്ചു. ജീവനക്കാരെ സംബന്ധിച്ച് ശമ്പള പരിഷ്കരണം കോവിഡ് സമയത്ത് തന്നെ നടത്തി അത് നടപ്പിലാക്കി മുന്നോട്ട് കൊണ്ടുപോയത് സർക്കാരാണ്. ക്ഷേമ പെൻഷന്, ക്ഷേമ മേഖലയിലെ കാര്യങ്ങൾ ഇതെല്ലാം ചെയ്തു. ഇതിനെല്ലാം അടിസ്ഥാന കാര്യം, ഇത്രയും കാര്യങ്ങൾ നടക്കാനുള്ള അതിൻ്റെ അടിസ്ഥാന കാര്യത്തിലേക്കാണ് വരുന്നത്. 1ാം പിണറായി സർക്കാരിൻ്റെ തുടർച്ചയായിട്ട് 2ാമത്തെ LDF സർക്കാർ ഉണ്ടായി എന്നുള്ളത് കൊണ്ടാണ് ഈ കണ്ടിന്യൂറ്റി കിട്ടുന്നത്. അപ്പോൾ തുടരും എന്നുള്ളത്, തുടർച്ച എന്നുള്ളത് കേരളത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതായി ഭവിച്ചു എന്നുള്ളതാണ് കഴിഞ്ഞ 9 വർഷത്തെ അനുഭവം. അത് 1ാം പിണറായി സർക്കാരിൻ്റെ ലാസ്റ്റ് സമയത്തായിരുന്നല്ലോ ഏറ്റവും കൂടുതൽ പുതിയ പ്രഖ്യാപനങ്ങൾ, പലതും പുതിയ പല പദ്ധതികളും നമ്മൾ നടപ്പിലാക്കാൻ തുടങ്ങി. തടസ്സങ്ങൾ ഉണ്ടായിരുന്നതിന് മുമ്പ് വേറെ നാഷണൽ ഹൈവേയുടെ വീതിയുടെ പ്രശ്നം, പൈപ്പ് ലൈനിൻ്റെ പ്രശ്നം, വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പ്രായോഗികമായ ധാരാളം സാങ്കേതികമായ കാര്യങ്ങൾ, ഏതൊരു പുതിയ നയം വരുമ്പോഴും അത് നടപ്പിലാക്കാനുള്ള കാര്യങ്ങളുണ്ട്. ഇതെല്ലാം നടപ്പിലാക്കാനുള്ള എല്ലാ നടപടിക്രമങ്ങളും വന്നു. മൂലധന നിക്ഷേപത്തിന് കിഫ്ബി എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സർക്കാരിൻ്റെ സംവിധാനം കൊണ്ടുവന്നു. ക്ഷേമ പെൻഷന് വേണ്ടി പെൻഷൻ കമ്പനി രൂപീകരിച്ചു. ഇതെല്ലാം ചെയ്ത് മുന്നോട്ട് വരുന്ന സമയത്താണ് നാച്ചുറൽ കലാമിറ്റീസ്, നമ്മുടെ പ്രകൃതി ദുരന്തങ്ങൾ, പ്രളയമുണ്ടായി, ഒക്കെ ഉണ്ടായി. അതിൻ്റെ പ്രശ്നങ്ങൾ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കി. അതിനെ നേരിടേണ്ടി വന്നു. കോവിഡ് പോലെ ഉള്ള ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു ലോകം മൊത്തം ബാധിച്ച ഒരു പ്രതിസന്ധി വന്നു. അതിനെല്ലാം നേരിട്ടിട്ടാണ് സർക്കാർ ആ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയത്. അന്ന് പ്രഖ്യാപിച്ച കാര്യങ്ങൾ നടപ്പിലാക്കി കൂടുതൽ കാര്യങ്ങൾ ഫീൽഡിൽ എത്തിച്ചത് 2ാം പിണറായി സർക്കാർ വന്നുകൊണ്ടാണ്, ഈ സർക്കാർ വന്നുകൊണ്ടാണ്. അപ്പം കേരളത്തിലെ ജനങ്ങളുടെ തീരുമാനം, LDF സർക്കാരിനെ 2ാമതും തെരഞ്ഞെടുക്കാനുള്ള തീരുമാനം കേരളത്തിൻ്റെ ഭാവിക്ക്, കേരളത്തിൻ്റെ ജനങ്ങളുടെ ജീവിതത്തിന് വലിയ സൗകര്യം ഉണ്ടാക്കി എന്നുള്ള വസ്തുത പറയാൻ വേണ്ടിയിട്ടാണ് എനിക്ക് തുടർച്ചയുടെ ഒരു പ്രശ്നം നടന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം ശമ്പള പരിഷ്കരണം 1ാം പിണറായി സർക്കാരിൻ്റെ അവസാന ഘട്ടത്തിൽ കമ്മീഷൻ പ്രഖ്യാപിച്ചു. 2021 ഏപ്രിൽ മുതലാണ് ശമ്പള പരിഷ്കരണം നടപ്പിലാക്കി തുടങ്ങിയത്. 2021 ഏപ്രിൽ 3-ാം തീയതിയാണ് ഇലക്ഷൻ നടന്നത്. 21 മെയ് 20-നാണ് പുതിയ സർക്കാർ വന്നത്. ആ സർക്കാർ വന്നില്ലായിരുന്നുവെങ്കിൽ, UDF ആയിരുന്നു വരുന്നതെങ്കിൽ, ആ ശമ്പള പരിഷ്കരണം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ പോലെ തന്നെ നടത്താതിരിക്കാൻ ആയിരിക്കും ശ്രമിക്കുക എന്നുള്ളത് ഞാൻ പറയുന്നത് ഒരു അത്ഭുതകരമായ കാര്യമല്ല. യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ശമ്പള പരിഷ്കരണം കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നടന്നില്ല. അതുകൊണ്ട് നടത്തുമായിരുന്നോ എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചാൽ. ക്ഷേമ പെൻഷന്റെ കാര്യത്തിലായാലും മറ്റ് നിർമ്മാണ കാര്യത്തിലും കിഫ്ബിയുടെ കാര്യത്തിലും എല്ലാം ഇത് തന്നെ സംഭവിച്ചേനെ. അപ്പൊ ജനങ്ങൾ ഏറ്റവും പ്രോപ്പറായ ഡിസിഷൻ, നന്നായി കേരളത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന LDF ആണെന്ന് മനസ്സിലാക്കേണ്ട പ്രവർത്തനം വന്നു. അതിന്റെ തുടർച്ചയായി ധാരാളം കാര്യങ്ങൾ നടപ്പിലാക്കി. അത് നടപ്പിലാക്കുന്ന ഘട്ടത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു സാമ്പത്തിക അവസ്ഥ ഉണ്ടായിരുന്ന ഘട്ടമാണ് ഈ ഘട്ടം. അതിന്റെ വിശദാംശങ്ങൾ നിങ്ങൾക്കറിയാം. ആ സാമ്പത്തിക അവസ്ഥ എന്ന് പറഞ്ഞാൽ മുൻപുള്ളതിനേക്കാളും വലിയ തോതിൽ സംസ്ഥാനത്തിന് കിട്ടുന്ന പണം വെട്ടിക്കുറച്ചു. ഇത് ആദ്യം ഞാൻ പറയുമ്പോൾ ഇതിങ്ങനെ പറയുന്നത് ശരിയാണോ, വല്ലാത്ത ആശങ്ക ഉണ്ടാക്കില്ലേ എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പോൾ നിങ്ങൾക്കെല്ലാം മനസ്സിലായ ചില കാര്യങ്ങളുണ്ട്. അതിനകത്ത് ഒരൊറ്റ കാര്യം പോലും നമ്മൾ കണക്കില്ലാതെ, സ്റ്റേറ്റ്മെന്റ് ഇല്ലാതെ പറഞ്ഞിട്ടില്ല. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കുണ്ടായത്, നമുക്ക് GST ഈ കഴിഞ്ഞ 1956 മുതൽ കേരളത്തിലെ ഐക്യ കേരളം ഉണ്ടായത് 56-ലാണ്. 56 മുതൽ ഇന്ന് വരെയുള്ള ഗവൺമെന്റുകളിൽ ഏറ്റവും കൂടുതൽ
സാമ്പത്തിക രംഗത്ത് സ്വാതന്ത്ര്യം നഷ്ടപ്പെടുകയും വെട്ടിക്കുറവ് നേടുകയും ചെയ്ത സർക്കാർ. അത് വേറൊന്നും കൊണ്ടല്ല പറയുന്നത്. കാരണം ഈ ഘട്ടത്തിലാണ് അന്ന് വരെ ഉണ്ടായിരുന്ന ഈ സെയിൽ ടാക്സ് സമ്പ്രദായം, വാറ്റ് ടാക്സ് സമ്പ്രദായം ഇല്ലാതായത് ആദ്യമായിട്ടാണ്. 2017 അത് നടപ്പാക്കാൻ തുടങ്ങിയത്. 17 നടപ്പാക്കുമ്പോൾ നമുക്ക് അന്ന് വരെ ഉണ്ടായിരുന്ന സെയിൽ ടാക്സ് എല്ലാം പോയി. പെട്രോള്, ഡീസല്, മദ്യം ഇതൊഴിച്ച് ബാക്കി എല്ലാ ടാക്സും GST ആയി. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഒരു കാര്യം പറഞ്ഞു, 2017 മുതൽ 5 വർഷക്കാലത്തേക്ക് നമുക്ക് വാറ്റും സെയിൽ ടാക്സും ഉണ്ടാകുന്ന സമയത്തുണ്ടായിരുന്ന ആ ഗ്രോത്ത് തന്നെ തരാം. 14% പെർ ഇയർ ഗ്രോത്ത്. അങ്ങനെ 12,000 രൂപ വെച്ചൊരു വർഷം നമുക്ക് കോമ്പൻസേഷൻ കിട്ടി. അന്നേ LDF പറഞ്ഞിരുന്നു ഇത് അപകടകരമാണ്, CPM നയം പറഞ്ഞിരുന്നതാണ് GSTയെ സംബന്ധിച്ച്. പക്ഷെ 5 വർഷം കഴിഞ്ഞ് ഇത് നിർത്തുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ പറഞ്ഞു ഇത് തുടരേണ്ടതാണ്. 3ഓ 4ഓ GST കൗൺസിൽ യോഗത്തിലെ പ്രധാനപ്പെട്ട അജണ്ടയായി ഞങ്ങൾ ഈ കാര്യം ഉന്നയിച്ചു. മറ്റ് സ്റ്റേറ്റുകൾ ഉന്നയിച്ചാൽ തുറന്നില്ല. അപ്പോൾ 12,000 കോടിയാണ് കിട്ടിക്കൊണ്ടിരുന്നത്, അത് പോയി. പിന്നെ നമ്മുടെ സംസ്ഥാനത്തിന് തരുന്ന നികുതി വിഹിതത്തിൽ ഒരു ഘട്ടത്തിൽ 3.8% ആയിരുന്നു. ഇന്ത്യയിൽ ആകെ കൊടുക്കുന്നതിന്റെ 3.8% തന്നെങ്കിൽ അത് നേരെ 1.92% ആക്കി. അത്രയും പണം പോയി. ഇതുപോലെ മറ്റ് ഗ്രാന്റുകൾ കുറഞ്ഞു. 33,000 കോടി രൂപയായിരുന്നു 2021 ഞാൻ ധനകാര്യമന്ത്രിയായി ചുമതല ഏറ്റെടുക്കുമ്പോൾ സംസ്ഥാന ഗവൺമെന്റിന് ഗ്രാന്റ് ഈ പറഞ്ഞ കോമ്പൻസേഷൻ തുടങ്ങി നിർത്തി കിട്ടിക്കൊണ്ടത് 33,000 കോടി. ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം നമുക്ക് കിട്ടിയത് 6,000 കോടിയാണ്. 27,000 കോടി അത് മാത്രം കുറഞ്ഞു. ഇത് കണക്കുകൾ ഞാൻ പറയുന്നതാണ്, അല്ലാതെ എവിടുന്ന് ഒരു അസംഷൻ അല്ല. ഇതുപോലെ തന്നെ മറ്റ് തുകകളും കുറഞ്ഞു. ഇതിനൊപ്പം കിഫ്ബിയും മറ്റും എടുത്തതിന്റെ പണം വെട്ടി കുറച്ച്. അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം 57,000 കോടി രൂപ ഒരു വർഷം കുറവ് വന്ന അവസ്ഥ വന്നു. ഈ ഒരു സ്ഥിതിയിൽ എങ്ങനെ ഗവൺമെന്റ് മുന്നോട്ട് പോകും, സാമ്പത്തിക ബുദ്ധിമുട്ട് വരില്ലേ എന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്ന ആശങ്ക ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഇപ്പോഴും ആ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വരുമാന മാർഗങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള ശ്രമം നടത്തി. അവിടെ ഒരു കാര്യം ഞാൻ പറയാം, ടാക്സ് നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റില്ല. ആകെ പെട്രോളിന്റെ ഡീസലിന്റെ 1 രൂപ സെസ് മേടിച്ചെന്നുള്ളൊരു പ്രശ്നം ഒഴിച്ചാൽ ബാക്കി ഒരു കാര്യം വർദ്ധിപ്പിക്കാൻ പറ്റില്ല. മദ്യത്തിന്റെ വില കൂട്ടിയിട്ടില്ല, പെട്രോളിന്റെ വില കൂട്ടിയിട്ടില്ല. കർണാടകം, തമിഴ്നാടൊക്കെ ഇതിനിടയ്ക്ക് 2-3 പ്രാവശ്യം കൂട്ടി. നമ്മളും കർണാടകമായിട്ടുള്ള വ്യത്യാസമൊക്കെ വളരെ കുറവാണിപ്പോൾ. അപ്പൊ അങ്ങനെ നികുതിയൊന്നും വർദ്ധിപ്പിക്കാൻ പറ്റാതെ ഇരിക്കുമ്പോൾ തന്നെ നികുതി ഭരണം മെച്ചപ്പെടുത്തിയിട്ടാണ് 47,000 കോടി തനത് നികുതി വരുമാനം, 7,000 കോടി നോൺ ടാക്സ് റവന്യൂ, ഇത് രണ്ടും കൂടെ 54,000 കോടി ഉണ്ടായിരുന്നത് നമ്മളിപ്പോൾ ഈ വർഷം 95,000 കോടിയോളം വരും. AGയുടെ പ്രാഥമിക കണക്കനുസരിച്ച് അടുത്ത വർഷം ഇത് ആദ്യമായിട്ട് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് 1 ട്രില്യൺ മാർക്ക് ടാക്സിന്റെ ഇൻകത്തിന്റെ തനത് വരുമാനത്തിന്റെ കാര്യത്തിൽ നമ്മൾ മറികടക്കും. അത്രയും ഡബിളായി. അപ്പോൾ 1 ട്രില്യൺ എന്ന വരുമാനം നമ്മുടെ സംസ്ഥാനത്തിന്റെ നികുതിയേതര വരുമാനം 1 ലക്ഷം കോടിയിലേക്ക് എത്തിക്കുന്ന തരത്തിലേക്ക് ആഗ്രഹത്തുന്നു.